നമസ്തേ. മഹാമണ്ഡലേശ്വരന് തൃശൂരിൽ സ്വീകരണം നൽകുന്നത് ആദ്യം മാർച്ച് 18-നാണ് തീരുമാനിച്ചത്. അന്ന് വടക്കുംനാഥനിൽ കലശമായതിനാൽ ശ്രീമൂല സ്ഥാനത്ത് വേദി കിട്ടില്ല എന്നും 19-ലേക്ക് ഡേറ്റ് മാറ്റി ആപ്ലിക്കേഷൻ തരൂ എന്നും പറഞ്ഞതിനെ തുടർന്ന് ആപ്ലിക്കേഷൻ മാറ്റിക്കൊടുത്തതുമാണ്. പലരും പലവട്ടം പല മീറ്റിംഗുകളിലും സംശയിച്ചൊരു ചോദ്യമുണ്ട്: ദേവസ്വം പണി തരുമോ? അപ്പോൾ ഉയർന്ന മറുവാദങ്ങൾ ഇങ്ങനെയായിരുന്നു: എന്നിട്ട് അവർക്കെന്താ ഗുണം? ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ഒരു സന്യാസി വര്യനെ ആദരിക്കാൻ വടക്കുംനാഥന് മുന്നിൽ വേദി ഉണ്ടാവുക എന്നത് ദേവസ്വത്തിനും നാളെ അഭിമാനത്തിൽ പറയാവുന്ന കാര്യമല്ലേ? അതും കേരളത്തിന്റെ ആദ്യ മഹാമണ്ഡലേശ്വർ. ഇങ്ങനെയൊക്കെ സമാധാനിച്ചെങ്കിലും അന്തരീക്ഷത്തിൽ ആ സംശയം ബാക്കിയായി തന്നെ നിന്നു. ദേവസ്വം പണി തരുമോ? അവസാനം ദേവസ്വം പണി തന്നിരിക്കുന്നു. ശ്രീമൂലസ്ഥാനത്ത് വേദി അനുവദിക്കാൻ പറ്റില്ലത്രേ. പറയുന്നതോ രാഷ്ട്രീയക്കാരുടെയും പത്രക്കാരുടെയും ഭാഷയിൽ പറഞ്ഞാൽ 0 അവറിൽ, അതായത് 19-നുള്ള പ്രോഗ്രാമിന് സർവം തയ്യാറായപ്പോൾ തലേന്ന് രാത്രി, അതായത് 18-ന് രാത്രി ദേവസ്വം ജീവനക്കാരൻ ചെന്ന സ്റ്റേജ് പണിക്കാരോട് പറയുന്നു: പണിയണ്ട, ഇവിടെ വേദി പറ്റില്ല എന്ന്. അങ്ങനെ 19-ാം തീയതിയിലെ പ്രോഗ്രാം, അതായത് ഇന്നത്തെ പ്രോഗ്രാം അവസാന നിമിഷത്തിൽ കൗസ്തുഭത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഹിന്ദു ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് ദേവസ്വം ബോർഡ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രയാഗ്രാജ് കുംഭമേളയിൽ വെച്ച് കേരളത്തിന്റെ പ്രഥമ മഹാമണ്ഡലേശ്വരായി വാഴിക്കപ്പെട്ട സന്യാസിയാണ് സ്വാമി ആനന്ദവനം ഭാരതി. കേരളം പ്രവർത്തന മണ്ഡലമാക്കിയ സന്യാസി വര്യൻ. അഖാഡകളുടെ പ്രവർത്തനം ദക്ഷിണേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ജൂന അഖാഡ ചുമതലപ്പെടുത്തിയ പുണ്യാത്മാവ്. ധർമ്മ സംസ്ഥാപനത്തിനായി യുദ്ധസന്നദ്ധനായി ഇറങ്ങിയ സന്യാസി സൈന്യത്തിന്റെ ദക്ഷിണേന്ത്യൻ നായകൻ. രാജ്യത്തിന് മൊത്തവും രാജ്യസ്നേഹികൾക്കാകമാനവും ഹിന്ദു സമൂഹത്തിന് പ്രത്യേകമായും അഭിമാനമാണ്. സ്വാമി ആനന്ദവനത്തിന് ലഭിച്ച ഈ ശ്രേഷ്ഠ പദവി ഈ സന്യാസിയെ തൃശ്ശൂർപേരൂർ ക്ഷേത്രനഗരി ആദരിക്കാൻ തീരുമാനിച്ച് കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ടു പോകുമ്പോഴാണ് തലേന്ന് വൈകുന്നേരം ദേവസ്വം കാണിച്ച ഈ വേദി നിഷേധം കടന്നു വരുന്നത്. സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നു: ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ദേവസ്വം എന്ന ഈ സംവിധാനം? ഈ അടുത്ത ദിവസം 10 വയസ്സുകാരിയായ ഗംഗാ ശശിധരൻ എന്ന കുട്ടിയുടെ വയലിൻ വായന പവർ ഓഫ് ചെയ്ത് തടസ്സപ്പെടുത്തിയത് കേരളം മറന്നിട്ടില്ല. കടക്കൽ ദേവി ക്ഷേത്ര ഉത്സവത്തിൽ ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്ത പാട്ടും ആട്ടവും നടത്തിയതും പലരെയും അറിയാമോ, ഞങ്ങളുടെ അയാളെ അറിയാമോ, ഒന്നും കേരളം മറന്നിട്ടില്ല. അതിനോടുകൂടി ചേർത്ത് വായിക്കാൻ ഇപ്പോൾ ഇതും കൂടി. മഹാമണ്ഡലേശ്വരനെ ആദരിക്കുന്ന വേദി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ചില തീരുമാനങ്ങളെ തുടർന്ന് കൗസ്തുഭം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഇതിനെ അനുകൂലിച്ചപ്പോൾ കൊച്ചിൻ ദേവസ്വമാണ് ഇതിനെതിരായി നിൽക്കുന്നത്. കൊച്ചിൻ ദേവസ്വം മാത്രമാണ് ഈ തടസ്സം മുന്നോട്ട് വെക്കുന്നത്. ഭരണം കൈയാളുന്നത് ഇത്തരം ആളുകളാവുമ്പോൾ ഇതിനോടൊപ്പം ഒരു കഥ കൂടി ചേർത്ത് വായിക്കേണ്ടി വരും. 10-20 വർഷമായി കൊച്ചിൻ ദേവസ്വത്തിന്റെ കാശിയിലുള്ള സത്രം ഒരാൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. കാശി സന്ദർശിക്കാൻ വരുന്ന ഹിന്ദു വിശ്വാസികൾക്ക് താമസിക്കാനായി പണ്ട് കൊച്ചി രാജാവ് പണിത സത്രമാണിത്. തിരുവിതാംകൂർ രാജാവിനും കാശിയിൽ ഇതുപോലെ സത്രം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ രാജഭരണം അവസാനിച്ച് ഈ സ്വത്തെല്ലാം ജനാധിപത്യ സർക്കാരിന് കീഴിലായി. ചുരുക്കത്തിൽ അതിന്റെ നാശം അന്നു തുടങ്ങി. ഒടുവിൽ പലരും പേപ്പർ കുത്തിപ്പൊക്കിയപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന സത്രം പുതുക്കി പണിയാൻ ദേവസ്വം തയ്യാറായി. പിന്നെ സത്രം പുതുക്കി പണിത ആൾ അതങ്ങ് സ്വന്തമാക്കി. തന്റെ കൂട്ടുകാർക്ക് ഗോഡൌണായും തോന്നിവാസം കാണിക്കാനുമുള്ള ഇടത്താവളമായും കാശിയിൽ ഗംഗാതീരത്ത് ഒരു സത്രം. കൊച്ചിൻ ദേവസ്വത്തിന്റെ പേരിൽ ഹിന്ദു ഭക്തർക്ക് ഒരു ഉപകാരവുമില്ലാതെ 10-20 വർഷം അയാൾ അത് കൈയടക്കി വെച്ചു. നീണ്ട നിയമ പോരാട്ടത്തിലൂടെ ആ സ്ഥലം സ്വാമി ആനന്ദവനം യഥാർത്ഥ അവകാശികൾക്കായി തിരിച്ചുപിടിച്ചു. ഇപ്പോൾ സത്രം നടത്തിപ്പ് കാളികാപീഠം ജൂന അഖാഡയുടെ കയ്യിലാണ്. സത്രം എന്ന സങ്കല്പത്തെ യഥാർത്ഥമാക്കി ഇവിടെ മലയാളികൾക്കായി സൗജന്യ താമസം ഒരുക്കിയിരിക്കുകയാണ്. സൗജന്യ ഭക്ഷണം നൽകാൻ പദ്ധതിയിടുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അന്യാധീനപ്പെട്ടു പോയ സത്രം തിരിച്ചുപിടിച്ച സ്വാമി ആനന്ദവനത്തിനുള്ള സ്വീകരണ വേദിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പരിപാടിയുടെ തലേന്ന് തന്നെ നിഷേധിച്ചിരിക്കുന്നത്. ഏവർക്കും കഥ പൂർണ്ണമായും പിടികിട്ടി കാണുമെന്ന് കരുതട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ? എന്തായാലും പരിപാടി ഇന്ന് 5 മണിക്ക് തന്നെ നടക്കും. സ്ഥലം സ്വാമി വിവേകാനന്ദൻ റോഡ് അഥവാ ഷൊർണൂർ റോഡിലുള്ള ഹൗസ്തുഭം ഹാളായി എന്ന് മാത്രം. വളരെ നേരത്തെ ദേവസ്വത്തെ അറിയിച്ച് അപേക്ഷ കൊടുത്ത പരിപാടിയായിരുന്നു ഇത്. ശ്രീ ശങ്കര ജന്മഭൂമിയിൽ നിന്ന് ആദ്യമായി ഒരു മഹാമണ്ഡലേശ്വർ ഉണ്ടായി വന്നതിനെ ഭക്തർ മലയാളി സമൂഹത്തിന്റെ പുണ്യമായാണ് കരുതുന്നത്.
സ്വാമിജിയെ സമുചിതമായി സ്വീകരിക്കാനും ആദരിക്കാനും സനാതന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സംഘങ്ങളും, സമുദായ സംഘടനകളും, ക്ഷേത്ര സമിതികളും, സന്യാസ സമൂഹവും, പ്രമുഖ വ്യക്തികളും ഏകസ്വരത്തിൽ തീരുമാനിച്ചതാണ്. ഈ പുണ്യ സംഗമമാണ് കൊച്ചിൻ ദേവസ്വത്തിന്റെ അധാർമികമായ ഇടപെടലിലൂടെ അവഹേളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്വീകരണത്തിൽ പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും എല്ലാ രീതിയിലും പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യുമ്പോഴാണ് കൊച്ചിൻ ദേവസ്വത്തിന്റെ ഈ നിഷേധാത്മക നിലപാട്. ഈ പ്രവൃത്തിയിലൂടെ ഭാരതത്തിലെ തന്നെ പ്രമുഖ സന്യാസിവര്യനെയും അദ്ദേഹത്തെ കാണാനും അനുഗ്രഹം വാങ്ങാനും എത്തുന്ന പതിനായിരങ്ങളെയും കൊച്ചിൻ ദേവസ്വം അപമാനിച്ചിരിക്കുകയാണ്. സ്വീകരണ പരിപാടികളിൽ വേദിയിൽ മാത്രമാണ് മാറ്റമുണ്ടായിട്ടുള്ളത്. പറഞ്ഞ ദിവസത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ ഈ പരിപാടി ഭംഗിയായി നടക്കും. വേദി ഒരിക്കൽ കൂടി പറയുന്നു, സ്വാമി വിവേകാനന്ദ റോഡിലെ ഷൊർണൂർ റോഡിലെ കൗസ്തുഭം ഹാൾ.